നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൊബൈൽ ഫോണിൽ നോക്കി നടക്കുന്ന പുതിയ തലമുറ പാതകളിലെ സ്ഥിരം കാഴ്ചയാണ്. ഇവരുണ്ടാക്കുന്ന അപകടങ്ങളും കുറവല്ല. എതിരെ നടന്നു വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയും അശ്രദ്ധമായും എന്തിനേറെ റോഡുകളിലെ കുഴി പോലും കാണാതെ പാതകളിൽ മൊബൈലിൽ മുഴുകി നടക്കുന്ന ഒരുപാട് യുവജനങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരക്കാർക്കും കൂടി വേണ്ടി നോർത്ത് ഫോക്കൽ സ്മാർട്ട് ഗ്ലാസുകൾ വിപണിയിൽ സജീവമായിരിക്കുകയാണ്. ഗ്ലാസ് ധരിക്കുന്ന വ്യക്തിക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ട്രാൻസ്പെറന്റ് ഡിസ്പ്ലേ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം. കാഴ്ചകളിലേക്ക്. ദൈനംദിന ദിനചര്യയ്ക്ക് തികച്ചും അനുയോജ്യവും ഒപ്പം ആകർഷകവുമായ സ്മാർട്ട് ഗ്ലാസുകളാണ് പുതിയ നോർത്ത് ഫോക്കൽ സ്മാർട്ട് ഗ്ലാസുകൾ. ധരിക്കാനാവുന്ന ഒരു ജോഡി ഫാഷൻ ഫോർവേഡ് ഫ്രെയിമുകൾക്കുള്ളിൽ ഒരു ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ സംയോജിപ്പിച്ച് നിർമ്മിക്കപ്പെട്ടവയാണ് ഫോക്കൽ സ്മാർട്ട് ഗ്ലാസുകൾ. ഗ്ലാസ് ധരിക്കുന്ന വ്യക്തിക്ക് മാത്രം കാണാനാകുന്ന ഒരു ഡിസ്പ്ലേ സൃഷ്ടിക്കാൻ ഹോളോഗ്രാഫിക് ലെൻസും പ്രൊജക്ടറും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകളാണിവ. ആവശ്യമുള്ള വിവരങ്ങൾക്ക് നോർത്ത് ഫോക്കലുകൾ തൽക്ഷണം ഉത്തരം നൽകാൻ ശേഷിയുള്ളവയാണ്. അവ കാഴ്ചയിൽ അവബോധജന്യമായ ഗതിനിർണയം നൽകുന്നു. അതിനാൽ ഗൂഗിൾ മാപ്പ് തിരയാതെ തന്നെ പോകേണ്ട ഇടം മനസ്സിലാക്കാൻ സാധിക്കും. ഫോക്കൽ സ്മാർട്ട് ഗ്ലാസുകൾക്ക് ഡിജിറ്റൽ ജീവിതം എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഫോക്കലുകൾ സാധാരണ ഒരു കണ്ണട പോലെ കാണപ്പെടുന്നു. എന്നിരുന്നാലും ശരിയായ ലെൻസിൽ സംയോജിത സുതാര്യമായ ഡിസ്പ്ലേ അടങ്ങിയിരിക്കുന്നതിനാൽ ധരിക്കുന്നയാൾക്ക് മുന്നിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വർണ്ണ വെർച്വൽ സ്ക്രീൻ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു മൈക്രോഫോണും ഈ കണ്ണടയിലുണ്ട്. ഹോളോഗ്രാഫിക് ഡിസ്പ്ലേയിൽ നിന്ന് വേണ്ടതെല്ലാം ഫോക്കലുകൾക്ക് ദൃശ്യമാക്കാൻ കഴിയും. മാത്രമല്ല, സന്ദേശങ്ങൾ, കലണ്ടർ, കാലാവസ്ഥ നിയന്ത്രണം എന്നിവ ഈ കണ്ണാടികൾക്ക് കണ്ടെത്താനാകും. കൂടാതെ ഫോക്കലുകൾ പുതിയ ആപ്ലിക്കേഷനുകൾ, അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ, നാവിഗേഷൻ ദിശകൾ, സന്ദേശമയക്കൽ, സംഗീതം എന്നിവയും സാധ്യമാക്കുന്നു. വെർച്വൽ ട്രയോൺ സവിശേഷതയും ഷോറൂം ആപ്ലിക്കേഷനും ഫോക്കലുകളുടെ വ്യത്യസ്ത ശൈലികൾ നിരവധി വർണ്ണങ്ങളിൽ പരീക്ഷിക്കാൻ അനുവദിക്കുന്നു. ഈ കണ്ണാടി പ്രകാശത്തെ കണ്ണിലേക്ക് തിരിച്ചുവിടുകയും കാഴ്ചയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഫോക്കലുകളിലെ ഡിസ്പ്ലേ ധരിക്കുന്നയാളുടെ കണ്ണിൽ മാത്രമേ കാണാനാകൂ. ഇത് ഒരു വ്യക്തിഗത പ്രൊജക്ഷനാണ്. ഹോളോഗ്രാഫിക് ഡിസ്പ്ലേയിലേക്ക് പ്രകാശം പരത്തുവാൻ ഗ്ലാസുകളുടെ വശത്ത് നിർമ്മിച്ച ഒരു ചെറിയ പ്രൊജക്ടർ ഉപയോഗിച്ച് ഒരു ചിത്രം പ്രതിഫലിപ്പിക്കുകയും ധരിക്കുന്നയാളുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ലൈറ്റ് പ്രൊജക്ഷൻ വൺ വേ ആയി നിലനിർത്തുന്നതിന് പോളറൈസ്ഡ് കോട്ടിങ്ങും ലെൻസുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നതിലൂടെയാണ് വിവരങ്ങൾ ഗ്ലാസുകൾ ധരിക്കുന്നവർക്ക് മാത്രം ദൃശ്യമാകുന്നത്. സംയോജിത ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഗ്ലാസുകൾ iOS, ആൻഡ്രോയിഡ് എന്നിവയുമായി ജോഡിയാക്കാനാകും. അവിടെ ഊബർ, ആമസോൺ, അലക്സ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ സമന്വയിപ്പിക്കാൻ കഴിയും. പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ലൂപ്പ് എന്ന 4 ദിശയിലുള്ള ജോയ്സ്റ്റിക് റിംഗ് സ്റ്റാർട്ട് ഗ്ലാസുകൾക്കൊപ്പം ഉപയോഗിക്കുന്നു. ലൂപ്പ് റിംഗ് ഉപയോഗിച്ച് ഇമെയിലുകൾ ശേഖരിക്കാനും ഇല്ലാതാക്കാനും കഴിയും. ഈ ആശയം തികച്ചും ആകർഷകവും പ്രായോഗികവുമാണ്. സ്മാർട്ട് ഗ്ലാസുകളിലേക്കുള്ള ഒരു പുതിയ സമീപനം തന്നെയാണ് ഇവ. നോർത്ത് ക്ലാസിക് ഡിസൈൻ സ്റ്റൈലിഷായി നിലനിർത്തുകയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിക്കുകയും ചെയ്തതിലൂടെ മറ്റ് സ്മാർട്ട് ഗ്ലാസുകളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നേറുകയാണ് നോർത്തിന്റെ രൂപകൽപ്പനയായ ഫോക്കൽ സ്മാർട്ട് ഗ്ലാസുകൾ. ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഭൗമകാന്തത്തിന്റെ വടക്കൻ ധ്രുവം അപ്രതീക്ഷിതമായി സ്ഥാനം മാറുന്നു എന്ന വാർത്ത കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്നാൽ ഈ ആണ്ടിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ അറിവുകളിലേക്ക്.
നേരത്തെ കരുതിയതിലും 10 ഇരട്ടിയിലേറെ വേഗത്തിലാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ മാറ്റം വരുന്നതെന്ന് ഗവേഷകർ. ഭൂമിയുടെ 2800 കിലോമീറ്റർ ആഴത്തിലുള്ള അകക്കാമ്പിലെ ദ്രവരൂപത്തിലുള്ള തിളച്ചുമറിയുന്ന ഇരുമ്പിന്റെ ചലനങ്ങളാണ് കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്നത്. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണ കവചമാണ് ഭൗമകാന്തിക മണ്ഡലം. സൂര്യനിൽ നിന്നും മറ്റും വരുന്ന അപകടകാരികളായ ഉന്നത ഊർജ്ജ കണങ്ങളെ പ്രതിരോധിക്കുന്നത് കാന്തിക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം കാന്തിക മണ്ഡലത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 400 വർഷം മുൻപുള്ള ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് അജ്ഞാതമാണ്. കാന്തിക മണ്ഡലത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഈ അറിവ് ഭൂമിയുടെ അകക്കാമ്പിലെ ദ്രവങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പുതിയ വിവരങ്ങൾ നൽകും. പഠനത്തിന്റെ ഭാഗമായിരുന്ന UK-യിലെ ലീഡ്സ് സർവകലാശാലയിലെ ക്രിസ് ഡേവിസ് പറയുന്നു, 12,742 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി അകക്കാമ്പിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക പലപ്പോഴും സാധ്യമല്ല. ഭൂകമ്പ തരംഗങ്ങളെയാണ് പലപ്പോഴും ഗവേഷകർ ഇതിന് ആശ്രയിക്കുന്നത്. ഭൂമിയുടെ ഏതാണ്ട് 2900 കിലോമീറ്റർ ഉള്ളിൽ വെച്ച് ഭൂകമ്പ തരംഗങ്ങളുടെ സഞ്ചാരത്തിൽ വന്ന മാറ്റത്തിന് കാരണം അകക്കാമ്പിലെ ദ്രവാവസ്ഥയാണെന്നാണ് ശാസ്ത്രത്തിന്റെ അനുമാനം. ഭൂമിയുടെ അകക്കാമ്പിൽ ഏതാണ്ട് 90% ഉരുകിയ ഇരുമ്പാണ്. ഈ ദ്രവാവസ്ഥയിലുള്ള ഇരുമ്പിന്റെ ചലനങ്ങളാണ് കാന്തിക മണ്ഡലത്തിന് കാരണം. തുടർച്ചയായി നമ്മുടെ കാന്തിക മണ്ഡലത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിലവിൽ പ്രതിവർഷം പരമാവധി 1 ഡിഗ്രിയാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലുണ്ടാവുന്ന വ്യതിയാനം കണക്കാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും 10 ഇരട്ടിയിലേറെ വേഗത്തിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടായെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. കാന്തിക മണ്ഡലത്തിന് ചില പ്രദേശങ്ങളിൽ വലിയ തോതിൽ ദുർബലപ്പെടുന്നതും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് പ്രചോദനമാകുന്നുവെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഏതാണ്ട് 39,000 വർഷങ്ങൾക്ക് മുൻപ് പ്രതിവർഷം 2.5 ഡിഗ്രിയോളമാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ മാറ്റങ്ങളുണ്ടായത്. ഭൂമിക്കടിയിലെ ദ്രവ ഇരുമ്പിന്റെ ഒഴുക്കിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും ഉയർച്ച താഴ്ചകളുമാണ് ഇതിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരം വ്യതിയാനങ്ങൾ ഭൂമിയിലെ താഴ്ന്ന അക്ഷാംശരേഖയുടെ പ്രദേശത്ത് വ്യാപകമാണെന്നും പഠനം കണ്ടെത്തി. ഇതോടെ ഈ മേഖലയിലേക്ക് കൂടുതൽ പഠനം കേന്ദ്രീകരിക്കാനാണ് ഗവേഷകരുടെ തീരുമാനം. ഇൻഫോടെയിൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.